The Reserve Bank of India started currency printing in 19... എനിക്കേറെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, LPSC UPSC സിലബസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായ സോഷ്യൽ സയൻസിൽ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ചും ബാങ്ക് ദേശസാൽക്കരണത്തെക്കുറിച്ചും ഈ മഹാരാജ്യത്തെ വാണിജ്യ ബാങ്കുകളെ കുറിച്ചുമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന തലതൊട്ടപ്പനുള്ളപ്പോൾ മറ്റ് ബാങ്കുകളിലേക്ക് നമുക്ക് തൽക്കാലം ഒന്ന് നോക്കാതിരിക്കാം. ആ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങൾ അടിസ്ഥാന തലത്തിൽ നിന്നും നമുക്കൊന്ന് പഠിച്ചു നോക്കാം. പ്രിയ ഉദ്യോഗാർത്ഥികളെ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1926 റോയൽ കമ്മീഷൻ ഓഫ് ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കമ്മീഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കിനെ, അന്ന് സെൻട്രൽ ബാങ്ക് അല്ലായിരുന്നു, സെൻട്രൽ ബാങ്കിനെ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഏത് കമ്മീഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ റെക്കമെൻഡ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1926 റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. കൃത്യമായും ഓർത്തു വെക്കണം. റാങ്ക് ഫയലുകളിൽ നിങ്ങൾ ആദ്യം കാണുന്നത് റോയൽ കറൻസി ഓൺ ഇന്ത്യൻ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നല്ല, മറിച്ച് നിങ്ങൾ കാണുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നാണ്. സോ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് പോപ്പുലർലി നോൺ ആസ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ശുപാർശ ചെയ്തത് 1926. പോയിന്റുകൾ 2, കൺസെപ്റ്റുകൾ 2. ഏത് കമ്മീഷനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ശുപാർശ ചെയ്തത്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അഥവാ ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഏത് വർഷമാണ് RBI ശുപാർശ ചെയ്തത്? 1926. ഇവിടെ മനസ്സിലാക്കുക, 1926 റെക്കമെൻഡ് ചെയ്ത റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന ബാങ്ക് ആദ്യം വരുന്നത് കൊൽക്കത്തയിലാണ്. ഇന്ന് അതിന്റെ ആസ്ഥാനം മുംബൈ ആണ് എന്ന കൃത്യമായ കാര്യം നമുക്കറിയാം. മുംബൈ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണെന്നും ഇന്ത്യയുടെ കോട്ടണോപോളിസ് ആണെന്നും പ്രിയ ഉദ്യോഗാർത്ഥികളെ നിങ്ങൾക്കറിയാം. 1937 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം കൊൽക്കത്തയായിരുന്നു. അപ്പോൾ ചോദ്യം നമ്പർ 3, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ഇനിഷ്യലി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് കൊൽക്കത്ത. ഏതുവരെ? 1937 വരെ. സോ സിൻസ് 1937. അപ്പോൾ കൃത്യമായ 4 പോയിന്റുകൾ നമ്മൾ പഠിച്ചു. ഒന്നാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ശുപാർശ ചെയ്ത കമ്മീഷൻ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ്. മറ്റൊരു പേര് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഏതു വർഷമാണ് ശുപാർശ ചെയ്തത്? 1926. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആദ്യം നിലവിൽ വന്നത് എവിടെ? കൊൽക്കത്തയിൽ. പിന്നീട് അങ്ങോട്ട് മാറ്റി, മുംബൈയിലേക്ക് മാറ്റി. ഏത് വർഷമാണ് മാറ്റുന്നത്? 1937. കൃത്യമായും ആ പോയിന്റുകൾ മനസ്സിലാക്കുക. റിസർവ് ബാങ്ക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ്. സാധാരണഗതിയിലുള്ള ഒരു ഓർഡിനറി കൊമേഴ്സ്യൽ ബാങ്ക് ആയിട്ട് നമുക്ക് റിസർവ് ബാങ്കിനെ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഇന്ത്യ മഹാരാജ്യത്ത് കറൻസി പ്രിന്റ് ചെയ്യുന്ന ഈ ബാങ്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ പേരിൽ അറിയപ്പെടുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ബാങ്ക്. ഈ സെൻട്രൽ ഗവൺമെന്റിന്റെ ബാങ്ക് ഈ രാജ്യത്ത് മോണിറ്റൈസേഷനും ഈ രാജ്യത്ത് മോണിറ്ററി പോളിസിയും എല്ലാം പ്രഖ്യാപിക്കണമെങ്കിൽ അത് കൃത്യമായ രീതിയിൽ റൂൾസും റെഗുലേഷൻസിനും ബാധകമായിരിക്കണം. സോ അതിന്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഒരു സ്റ്റാറ്റ്യൂട്ടറി പദവി നൽകാൻ, ഒരു ഓട്ടോണമസ് സ്റ്റാറ്റസ് നൽകാൻ തീരുമാനിക്കുന്നു. അതിൻ പ്രകാരം 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നു. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത് 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിക്കുന്നത് 1935 ഏപ്രിൽ 1. ഏപ്രിൽ 1 പ്രത്യേകത നമുക്കറിയാം. ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 അത് എൻഡ് ചെയ്യുന്നത് മാർച്ച് 31 നമുക്കറിയാം. അപ്പോൾ റിസർവ് ബാങ്കിനെ ശുപാർശ ചെയ്ത കമ്മീഷൻ റോയൽ കമ്മീഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റോയൽ കമ്മീഷന്റെ മറ്റൊരു പേര് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ആദ്യം വരുന്നത് കൊൽക്കത്തയിൽ, പിന്നീട് മുംബൈയിലേക്ക് മാറ്റി. 37 വരെ കൊൽക്കത്ത. 1934 RBI ആക്ട്. 1935 ഏപ്രിൽ 1 പ്രവർത്തനം ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ, ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. എന്നാൽ കുറച്ചു കാലം മുമ്പ് വരെ RBIയുടെ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആയിരുന്നില്ല. RBIയുടെ പഴയ സാമ്പത്തിക വർഷം ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ ആയിരുന്നു. അവിടെ അത് മിസ്സിംഗ് ആണ്. ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ ആയിരുന്നു RBIയുടെ
പഴയ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പൊ അതും PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്റെ മക്കൾ കൃത്യമായും ഒന്ന് ഓർത്ത് വെക്കുക. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയറും RBIയുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയറും ഒന്ന് തന്നെയാണ്. എന്നാൽ നേരത്തെ അത് വ്യത്യസ്തമായിരുന്നു. നേരത്തെ RBIയുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജൂലൈ 1 മുതൽ ജൂൺ 30 വരെ ആയിരുന്നു എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കുക. 1934 ആക്ടിലൂടെ 1935 പ്രവർത്തനം ആരംഭിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി പ്രിന്റിംഗ് ആരംഭിക്കുന്നത് 1938 The Reserve Bank of India started currency printing in 1938. 1938 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി പ്രിന്റിംഗ് ആരംഭിക്കുന്നത്. 1938 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കറൻസി പ്രിന്റിംഗ് ആരംഭിക്കുന്നു. ഇവിടെ നോക്കുക, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട്. ട്രാൻസ്ഫർ, അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1948 സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ 1948 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പബ്ലിക് സ്ഥാപനമായിട്ട് ഈ രാജ്യത്തിന്റെ പൊതു ഉടമസ്ഥതയിലുള്ള, ഈ രാജ്യത്തിന്റെ പൊതുവായിട്ടുള്ള ഈ സ്വത്തായിട്ട് മാറുന്നത് 1948 കൂടിയാണ്. കാരണം 48 ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട് പാസ്സാക്കുന്നത്. ഈ ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ടിലൂടെ 1949 RBI എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു. RBI ദേശസാൽക്കരിച്ചു. അപ്പോൾ RBI ദേശസാൽക്കരിച്ചത് 1949 ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ടിലൂടെയാണ്. അത് 1948 കറൻസി പ്രിന്റിംഗ് ആരംഭിക്കുന്നത് 1938 ആക്ട് പാസ്സാക്കുന്നത് 1934 പ്രവർത്തനം ആരംഭിക്കുന്നത് 1935 ഏപ്രിൽ 1 ദേശസാൽക്കരിക്കുന്നത് 1949 ഒരു ചോദ്യം അങ്ങോട്ട് പിടിക്കുക, ഒരു ചോദ്യം മക്കൾ അങ്ങോട്ട് പിടിക്കുക. ചോദ്യം മറ്റൊന്നുമല്ല, സ്വതന്ത്ര ഭാരതത്തിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്ക് ഏത്? സ്വതന്ത്ര ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്ക് ഏത്? സ്വതന്ത്ര ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെട്ട ആദ്യത്തെ ബാങ്ക് RBI ആണ്. ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ടിലൂടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1949 എന്ന വർഷം ജനുവരി മാസം 1 ദേശസാൽക്കരിക്കുകയാണ്. ആൻഡ് ദാറ്റ് വാസ് ദ ഫസ്റ്റ് ബാങ്ക് നാഷണലൈസ്ഡ് ആഫ്റ്റർ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. 1949 ദേശസാൽക്കരിച്ചു. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പാസ്സാക്കുന്നത്. ഇന്ത്യയിലെ ഏതൊരു സാമ്പത്തിക മേഖലയും ഗവൺമെന്റ് നിയന്ത്രിക്കും, ഏതൊരു സാമ്പത്തിക മേഖലയും ഗവൺമെന്റ് റെഗുലേറ്റ് ചെയ്യും. LIC ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട്, LIC എന്ന് പറയുന്ന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഈ രാജ്യത്തെ ഇൻഷുറൻസുകളെ റെഗുലേറ്റ് ചെയ്യാൻ ഒരു നിയമമുണ്ടല്ലോ, IRDA ആക്ട്. ഈ രാജ്യത്ത് ഫോറിൻ എക്സ്ചേഞ്ചുകളെ റെഗുലേറ്റ് ചെയ്യാനുണ്ടല്ലോ, ഫെറ ഫെമ എന്ന് പറയുന്ന ആക്ടുകൾ. ഈ രാജ്യത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ റെഗുലേറ്റ് ചെയ്യാനുണ്ടല്ലോ, സെബി. ഈ രാജ്യത്ത് ബാങ്കുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഈ രാജ്യത്ത് ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് RBIയുടെ നോംസും റൂൾസും റെഗുലേഷൻസും അനുസരിച്ചാണെങ്കിൽ അത് നിയന്ത്രിക്കുന്നത് RBI ആണ്. RBI നിയന്ത്രിക്കുന്നു ബിക്കോസ് ഇറ്റ് ഇസ് അവർ സെൻട്രൽ ബാങ്ക്. ഇറ്റ് ഈസ് ആൻ അതോറിറ്റി ഓഫ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രോസ് ഇൻ ഇന്ത്യ. സോ ഇന്ത്യയിലെ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് RBI ആണ് എങ്കിൽ ആ ബാങ്കുകളെ നിയന്ത്രിക്കാനുള്ള അവകാശം RBIക്ക് ലഭിക്കുന്നത് 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ടിലൂടെയാണ്. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 RBI ദേശസാൽക്കരിക്കുന്നത് 1949 RBI ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട് 1948, RBI കറൻസി പ്രിന്റിംഗ് ആരംഭിക്കുന്നത് 1938, RBI ആസ്ഥാനം മുംബൈയിലേക്ക് മാറ്റുന്നത് 1937, RBI പ്രവർത്തനം ആരംഭിക്കുന്നത് 1935 ഏപ്രിൽ 1, RBI ആക്ട് പാസ്സാക്കിയത് 1934, RBI റെക്കമെൻഡ് ചെയ്തത് 1926. വളരെ കൃത്യമായി ഓർത്തു വെക്കുക, RBIക്ക് 4 സോണൽ ഓഫീസുകളാണ്. വെസ്റ്റ് സോണിനെ മുംബൈ പ്രതിനിധീകരിക്കുന്നു, കിഴക്കൻ ഈസ്റ്റ് സോണിനെ കൊൽക്കത്ത പ്രതിനിധീകരിക്കുന്നു, നോർത്ത് സോണിനെ ന്യൂഡൽഹി പ്രതിനിധീകരിക്കുന്നു, ദക്ഷിണ മേഖലയെ ചെന്നൈ പ്രതിനിധീകരിക്കുന്നു. ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി, ഇവിടെ നോർത്ത് ഡൽഹിയാണ്, ഇവിടെ ഈസ്റ്റ് കൊൽക്കത്തയാണ്, വെസ്റ്റ് ബംഗാൾ ഇവിടെ അല്ലേ കൊൽക്കത്തയാണ്. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, ഇവിടെ പടിഞ്ഞാറ് ഏതാണ് വെസ്റ്റ് വരുന്നത്? മഹാരാഷ്ട്രയിലെ മുംബൈ വരുന്നു, പടിഞ്ഞാറ് മഹാരാഷ്ട്രയിലെ മുംബൈ വരുന്നു, ഇവിടെ ഏത് വരുന്നു? ചെന്നൈ വരുന്നു, തമിഴ്നാട്ടിലെ.
4 സോണൽ ഓഫീസാണ്. ഇവിടെ നോക്കുക, ഒരു പോയിന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്. സ്വതന്ത്ര ഇന്ത്യയിൽ ദേശസാൽക്കരിക്കപ്പെടുന്ന ആദ്യത്തെ ബാങ്കാണ് RBI. ഇനി മറ്റൊരു ചോദ്യം, പണ്ട് ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ദ ഡെസിമൽ സിസ്റ്റം ഓഫ് കോയിനേജ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യൻ കറൻസി ഓൺ വിച്ച് ഇയർ? ഇന്ത്യയിലെ ദശാംശ സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം, ഇന്ത്യൻ കറൻസിയിൽ ദശാംശ സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം 1957. ഇന്ത്യൻ കറൻസിയിൽ ദശാംശ സമ്പ്രദായം നടപ്പിലാക്കിയ വർഷം 1957. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു ആന്റി കറപ്ഷൻ ഏജൻസിയാണ് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്നത്. സ്വീഡൻ ആസ്ഥാനമായി സ്വീഡനിൽ 1809 ആരംഭിച്ച ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ ബാങ്കിംഗ് മേഖലയിലെ അഴിമതികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ആന്റി കറപ്ഷൻ ഏജൻസിയാണ്, ഒരു അഴിമതി വിരുദ്ധ ഏജൻസിയാണ്. അങ്ങനെയുള്ള ഓംബുഡ്സ്മാനെ ഇന്ത്യയിൽ ആദ്യമായി നിയമിച്ച ബാങ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യത്തെ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ദ ഡെസിമൽ സിസ്റ്റം ഓഫ് കോയിനേജ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യൻ കറൻസി ഓൺ 1957. 1957 ഇന്ത്യൻ കറൻസിയിൽ ദശാംശ സമ്പ്രദായം നടപ്പിലാക്കി. 1957 ഇന്ത്യൻ കറൻസിയിൽ ദശാംശ സമ്പ്രദായം നടപ്പിലാക്കി ഇന്ത്യയിൽ ഓംബുഡ്സ്മാനെ നിയമിച്ച ബാങ്കാണ് ഏതെന്ന് പറയുന്നത് RBI. നിലവിൽ നമുക്കറിയാം, ഗാന്ധി സീരീസ്, അതായത് ഇന്ത്യൻ കറൻസിയിലെ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രമാരുടെയാണ്? ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെയാണ്. അങ്ങനെയുള്ള മഹാത്മാഗാന്ധിജിയുടെ ചിത്രം ഇന്ത്യൻ കറൻസിയിൽ ആലേഖനം ചെയ്യാൻ തുടങ്ങിയത് 1996 ഗാന്ധി കറൻസി വെയർ ഇൻട്രൊഡ്യൂസ്ഡ് സിൻസ് 1996. 1996 ഗാന്ധി സീരീസിലുള്ള കറൻസി പുറത്തിറക്കി. മക്കളെ, 2016 ഞാൻ ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ പോലെയുള്ള ഒരുപാട് കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ഒരു ഡിമോണിറ്റൈസേഷൻ, ഒരു നോട്ട് സാധുവാക്കൽ നടന്നില്ലേ? 2016 നവംബർ 8 ഇന്ത്യയിൽ നോട്ട് നിരോധനം നടത്തി. 26 നിർദ്ദേശിച്ചു, 34 നിയമം, 35 വന്നു, പ്രവർത്തനം ആരംഭിച്ചു, 37 ആസ്ഥാനം മാറ്റി, 38 കറൻസി പ്രിന്റിംഗ്, 48 ട്രാൻസ്ഫർ ടു പബ്ലിക് ഓണർഷിപ്പ് ആക്ട്, 49 ദേശസാൽക്കരണം, 49 ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട്, 57 ദശാംശ സമ്പ്രദായം, 96 ഗാന്ധി സീരീസിലുള്ള കറൻസി. 2016 നവംബർ 8 demonetization. The last demonetization took place on 2016 November 8. 500-ന്റെയും 1000-ന്റെയും കറൻസികൾ ഓർമ്മയുണ്ടോ? 100-ന്റെ ഒക്കെ കറൻസികൾ ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധന സമയത്ത് RBI ഗവർണർ ഉർജിത് പട്ടേലാണ്. ഇനി നോക്കുക, കുറച്ച് ഗവർണർമാരെ കൂടി നമുക്കൊന്ന് നോക്കാം. RBIയുടെ ആ ഒരു ടൈം ലൈൻ ഒക്കെ. ഇനി കുറച്ച് ഗവർണർമാരെ നമുക്കൊന്ന് നോക്കാം. ആദ്യ ഗവർണർ എന്ന് പറയുന്നത് ഓസ്ബോൺ അർക്കൽ സ്മിത്ത് ആണ്. ആദ്യ ഗവർണർ. ഓസ്ബോൺ അർക്കൽ സ്മിത്ത് ബ്രിട്ടീഷുകാരനാണ്, നിങ്ങൾക്കറിയാം. ആദ്യ ഗവർണർ ഓസ്ബോൺ അർക്കൽ സ്മിത്ത് ആണ്. രണ്ടാമത്തെ ഗവർണറാണ് ജെയിംസ് ബ്രൈഡ് ടൈലർ. എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, ടൈലർ എന്ന് വെച്ചാൽ തയ്യക്കാരനല്ലേ? ഈ സ്പെല്ലിംഗ് അല്ല എങ്കിലും നമുക്ക് ഓർത്ത് വെക്കാം. ടൈലർ എന്ന് പറയുന്ന തയ്യക്കാരനല്ലേ? ഇന്ത്യയിൽ കറൻസി ആദ്യമായി പ്രിന്റ് ചെയ്തപ്പോൾ RBIയുടെ ഗവർണർ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ, കറൻസി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ആദ്യമായി കറൻസി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് RBIയുടെ ഗവർണർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ടൈലർ ആണ്. ആദ്യ ഗവർണർ ഓസ്ബോൺ സ്മിത്ത്, രണ്ടാമത്തെ ഗവർണർ ജെയിംസ് ടൈലർ. കറൻസി പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഗവർണർ ജെയിംസ് ടൈലർ, കറൻസി ഇല്ലാതിരുന്ന സമയത്ത് ഓസ്ബോൺ സ്മിത്ത്. ആദ്യമായി ഇന്ത്യൻ കറൻസിയിൽ RBI ഗവർണർ, ആദ്യമായി ഇന്ത്യൻ കറൻസിയിൽ ഒപ്പുവെച്ച ഗവർണർ, അതും ആര് തന്നെയാണ്? ജെയിംസ് ബ്രൈഡ് ടൈലർ തന്നെയാണ്. ജെയിംസ് ബ്രൈഡ് ടൈലർ ആണ് ഇന്ത്യൻ കറൻസിയിൽ ആദ്യമായി ഒപ്പുവെച്ച ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യ 2 ഗവർണറെ നമുക്കറിയാം. മൂന്നാമത്തെ ഗവർണറാണ് CD ദേശ്മുഖ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഗവർണർ CD ദേശ്മുഖ് ആണ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ ഗവർണർ CD ദേശ്മുഖ് ആണ്. RBIയുടെ മൂന്നാമത്തെ ഗവർണർ CD ദേശ്മുഖ് ആണ്. ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ CD ദേശ്മുഖ് ആണ്. RBIയുടെ മൂന്നാമത്തെ ഗവർണർ CD ദേശ്മുഖ് ആണ്. ഇവിടെ കൃത്യമായും പറയുന്നു, RBI 49 ദേശസാൽക്കരിക്കുമ്പോഴും ഇന്ത്യയുടെ RBIയുടെ ഗവർണർ എന്ന് പറയുന്നത് CD ദേശ്മുഖ് ആണ്. 3 പോയിന്റുകൾ, ഒരൊറ്റ വ്യക്തിയിൽ 3 ചോദ്യങ്ങൾ. മൂന്നാമത്തെ RBIയുടെ ഗവർണർ, ഇന്ത്യക്കാരനായിട്ടുള്ള ആദ്യത്തെ RBI ഗവർണർ, ദേശസാൽക്കരിക്കുന്ന സമയത്ത് RBI ദേശസാൽക്കരിക്കുന്ന സമയത്ത് RBIയുടെ ഗവർണർ CD ദേശ്മുഖ് ആണ്. നിങ്ങൾക്കറിയാം, ലോകത്തിലെ 2 സംഘടനകൾ, ഒന്ന് IBRDയും 2 വേൾഡ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. IBRD എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേൾഡ് ബാങ്കിന്റെ മറ്റൊരു പേരാണ് IBRD.
IBRD എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്നാണ് IBRD എക്സ്പാൻഷൻ. അപ്പോൾ IBRD എന്ന് പറയുന്ന വേൾഡ് ബാങ്കും IMF-ഉം രൂപീകരിക്കാൻ കാരണമായിട്ടുള്ള സമ്മേളനമാണ് ബ്രെട്ടൺ വുഡ് സമ്മേളനം. അമേരിക്കയിലെ ബ്രെട്ടൺ വുഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ലോക പ്രശസ്തരായിട്ടുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ വന്നു ചേർന്ന് സമ്മേളിച്ചുണ്ടാക്കിയ രണ്ട് സംഘടനകൾ വേൾഡ് ബാങ്കും IMF-ഉം. ആ വേൾഡ് ബാങ്കും IMF-ഉം രൂപീകരിച്ച ബ്രെട്ടൺ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത RBI ഗവർണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആര് തന്നെയാണ്? CD ദേശ്മുഖ് തന്നെയാണ്. CD ദേശ്മുഖ് തന്നെയാണ്. 4 ഫാക്ട്. മൂന്നാമത്തെ ഗവർണർ, ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ, ദേശസാൽക്കരിക്കുന്ന സമയത്തെ ഗവർണർ, ദെൻ ബ്രെട്ടൺ വുഡിൽ പങ്കെടുത്ത RBI ഗവർണർ. ഇനി നോക്കുക, ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ആയിരുന്ന വ്യക്തിയാണ് 4ാമത്തെ ഗവർണറായിട്ടുള്ള ബെനഗൽ രാമറാവു. ഏറ്റവും കൂടുതൽ കാലം RBI ഗവർണർ ബെനഗൽ രാമറാവു ആണ്. ഏറ്റവും കുറച്ചു കാലം അമിതാവ് ഘോഷ് വരും. 2 ആഴ്ചയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അമിതാവ് ഘോഷാണ് 15ാമത്തെ RBI ഗവർണർ. നിങ്ങൾക്കറിയാം, നമുക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്നീ 3 സാമ്പത്തിക നയങ്ങൾ 91-ന് ശേഷം ഇന്ത്യയിൽ കൊണ്ടുവന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് RBI ഗവർണറായിരുന്നു, UGC ചെയർമാൻ ആയിരുന്നു, UPSC ചെയർമാൻ ആയിരുന്നു, പ്രൈം മിനിസ്റ്ററുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആയിരുന്നു, ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു, വേൾഡ് ബാങ്കിനെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, IMF-നെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, 10 വർഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു, ലോകത്തിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ആണ്. അപ്പോൾ ഡോക്ടർ മൻമോഹൻ സിംഗ് 15th ഗവർണർ. 23rd ഗവർണർ, ഏറ്റവും പ്രായം കുറഞ്ഞ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗവർണർ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രഘുറാം രാജൻ, അമേരിക്കയിലേക്ക് പോയ രാജൻ, അമേരിക്കയിലുള്ള രാജൻ രഘുറാം രാജൻ 23rd ഗവർണർ. 24th ഗവർണർ ഉർജിത് പട്ടേൽ, 25th ശക്തികാന്ത് ദാസ്, റൈറ്റ് നൗ 26th ഗവർണർ സഞ്ജയ് മൽഹോത്ര. 24th ഉർജിത് പട്ടേൽ, 25th ഗവർണർ ശക്തികാന്ത് ദാസ്, 26 സഞ്ജയ് മൽഹോത്ര. മക്കളെ, ഇത് ഫസ്റ്റ് ആണ്, ടു ബി കണ്ടിന്യൂഡ്. പഠിച്ചു വെച്ചോണം, ആ നമ്പേഴ്സ് ഒക്കെ കൃത്യമായി പഠിച്ചു വെച്ചോണം. 23, 24, 25, 26 കറക്റ്റ് ഓർഡറിൽ പഠിച്ചു വെച്ചേക്കണം. ഓൾ ദ വെരി ബെസ്റ്റ്. ലെറ്റ് മീ മീറ്റ് അഗൈൻ. താങ്ക് യു.